എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് കാര്യങ്ങൾ പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ എൻ്റെ SBI കാർഡിൽ നിന്നും 1,16,000 രൂപ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർ എന്തായാലും ആ ഒരു വീഡിയോ കാണുക, ഐ ബട്ടണിൽ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പൈസ എനിക്ക് തിരിച്ച് കിട്ടി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ അത് കിട്ടിയ സമയത്ത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ സോഷ്യൽ മീഡിയ ഇതിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എത്ര ആൾക്കാർ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ പറ്റിയ കാര്യമാണ്. നമ്മൾ വിചാരിക്കും എനിക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയാം, അതുകൊണ്ട് ഇവൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്കെന്താ കിട്ടാനില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് അവനവൻ്റെ കാര്യത്തിൽ സംഭവിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിഷമത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ATM കാർഡ്, അതുപോലെ ഓൺലൈൻ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ് സാധനങ്ങൾ, അതുപോലെ വാലറ്റ്, ഇപ്പം ഗൂഗിൾ പേ സാധനങ്ങളിലൊക്കെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ പറ്റിയ കാര്യങ്ങൾ തന്നെയാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, അതുപോലെ പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞു, ഇത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വീഡിയോസാണ്, ജസ്റ്റ് ഒരു വ്യൂസിന് വേണ്ടി മാത്രമല്ല. ഇത് നിങ്ങൾക്ക് എന്തായാലും ഒരു ദിവസം ഇങ്ങനൊരു പെടൽ ആർക്കെങ്കിലും ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അത് ആ സമയത്ത് നിങ്ങൾ എന്തൊക്കെ ആക്ഷൻ എടുക്കാൻ പറ്റും, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വാസ്തവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ട്രാൻസാക്ഷൻ നടക്കുന്ന അതിൻ്റെ ഒരു സ്വഭാവത്തിലൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടാവുക. അപ്പോൾ നോർമലായിട്ട് നമുക്ക് മെസ്സേജ് വരുന്ന പോലെ ഒരു പ്രത്യേകിച്ച് ഒരു ട്രാൻസാക്ഷൻ ഐഡിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ കേസിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിനക്കിത് ആ ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് അക്കൗണ്ടിലേക്കാണ് ഈ ഒരു പൈസ ട്രാൻസ്ഫർ ചെയ്ത് പോയതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആളെ പിടിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഒരു ക്രിപ്റ്റോ കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയൊക്കെ ഇത്രയും സക്സസ് ആയി നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ മിക്കവാറും ആ ഒരു ഡിജിറ്റൽ കറൻസി ആയിട്ട് ആ ഒരു മൊമെൻറ്റിൽ തന്നെ കൺവേർട്ടായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ക്യാഷ് വൗച്ചേഴ്സൊക്കെ ആയിട്ട് ഇത് കൺവേർട്ടായിട്ട് ആ ഒരു മൊമെൻറ്റിൽ തന്നെ അത് കൺവേർട്ട് ചെയ്ത് അവർ ഒരു ഡിജിറ്റൽ കറൻസി ആയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലൊക്കെ നമുക്കിത് ട്രാക്ക് ചെയ്യാനോ, അതുപോലെ VPN സർവീസൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ IP പോലും നമുക്ക് ചിലപ്പോൾ ട്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എന്താ പറയണ്ടേ, ഈ ബാങ്ക് കനിയണം. അതായത് നമ്മൾ കസ്റ്റമറാണ്, അപ്പോൾ കസ്റ്റമറുടെ എല്ലാ മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് പൈസ തിരിച്ചു തരണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത് ചെയ്ത ഈ ഹാക്കർമാർ അവർ അടിയറവ് പറഞ്ഞിട്ട് അവർ പൈസ തിരിച്ചു തരണം. അപ്പോൾ ഈ രണ്ട് കേസിൽ മാത്രമേ നമുക്ക് പൈസ തിരിച്ചു കിട്ടാനുള്ള ഒരു സാധ്യതയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ റോബിൻഹുഡ് പടത്തിലൊക്കെ കണ്ട പോലെ ATM വഴിയൊക്കെ ഒരുപാട് തട്ടിപ്പുകളാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഗൾഫിൽ നിന്നും ഒരു സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ 5 ലക്ഷം രൂപയാണ് ATM വഴി, കണ്ണൂർ ജില്ലക്കാരനാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ 5 ലക്ഷം രൂപയാണ് ATM വഴി നഷ്ടപ്പെട്ടത്. അപ്പോൾ അതൊന്നും ഇപ്പോൾ 1 വർഷത്തോളമായി ഇന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരുപാട് ലക്ഷക്കണക്കിന് കേസുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ പറയണ്ടേ, ഈ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ നിൽക്കുമ്പോൾ വളരെ സേഫായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ എത്ര സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയ മാസ്റ്റർ ബ്രെയിന് വേറെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ആപ്ലിക്കേഷനും അല്ലെങ്കിൽ എല്ലാ പോർട്ടലുകളും അതിനൊക്കെ എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവും. അപ്പോൾ അതുവഴിയാണ് ഈ ഹാക്കേഴ്സൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ചെല്ലുന്നത്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ മനുഷ്യന്മാർ തന്നെ ഉണ്ടാക്കുന്നുണ്ട്, ഒരു ടീം ഉണ്ടാക്കുന്നത്, മറ്റേ ആൾ ബ്രേക്ക് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും സേഫായി നിന്ന് നമ്മൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുക, അതായത് മാത്രമേ നമ്മളെ കേസിൽ ഇപ്പം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയ ഒരുപാട് വീഡിയോസ് ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കാണുക. ഏതായാലും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പണം നഷ്ടപ്പെടുന്ന കേസിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് നിങ്ങളുടെ ബാങ്കിനെ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊരു കാര്യം പറയാനുള്ളത്, മിക്കവാറും ഇങ്ങനെയുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നത് മിക്കവാറും രാത്രി കാലങ്ങളിലാണ്. അതായത് നമ്മളിവിടെ ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു പരിപാടികളൊക്കെ നടക്കുന്നത്. മിക്കവാറും നമ്മൾ അടുത്ത ദിവസം രാവിലെ മെസ്സേജ് കാണുമ്പോഴാണ് ഇത്രയും പൈസ നഷ്ടപ്പെട്ട കാര്യം പോലും നമ്മൾ അറിയുന്നത്. ഇനി ഒരു പക്ഷേ നിങ്ങളിത് രാത്രി തന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ഈ ഒരു കോവിഡ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാത്രി നിങ്ങൾക്ക് കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടാനും പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾ ആ ഒരു ലൈവ് ചാറ്റിംഗ് ഏജൻറ്റ്, ആ ലൈവ് ചാറ്റ് ഓപ്ഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെങ്ങനെങ്കിലും അറിയിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ചില കേസിലൊക്കെ ബാങ്ക് തന്നെ അവർക്ക് ഇതൊരു ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ ആണ് അവർ മനസ്സിലാക്കിക്കൊണ്ട് അവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, ഏതായാലും ബാങ്കിനെ ഇത് അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അതുപോലെ നിങ്ങൾ ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ, അതായത് ബാങ്കിങ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ ട്രാൻസാക്ഷൻ ഡിസ്പ്യൂട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുകൊണ്ട്
പിന്നെ ആ ഒരു ട്രാൻസാക്ഷൻ ഡിസ്പ്യൂട്ട് ചെയ്യുക. അത് ഞാനല്ല ചെയ്തെന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. എൻ്റെ കേസിൽ ഈ ഒരു പോസിബിലിറ്റി കൂടി ഉണ്ടായിരുന്നില്ല. എൻ്റെ ഈ ഒരു SBI കാർഡിൻ്റെ ആപ്ലിക്കേഷൻ പോലും അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ വർക്ക് ചെയ്യുന്നുണ്ടായില്ല. എന്നിട്ട് വേറെ എന്തെല്ലാം മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അതിൽ കയറിയിട്ട് ഞാനത് ഡിസ്പ്യൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ATM വഴിയൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ ATM നിന്ന് പൈസ വിഡ്രോ ചെയ്യുന്ന സമയത്തൊക്കെ മെസ്സേജ് വരാറുണ്ട്. അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നിങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക കാർഡ് ബ്ലോക്ക് ചെയ്യാനും അതുപോലെ ഓൺലൈനിൽ നിന്നൊക്കെ എന്തെങ്കിലും ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നിങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നെ ഈ ഒരു ഇതിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്പറൊക്കെ തരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ഫ്യൂച്ചർ പർപ്പസിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ സംഭവങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് നിങ്ങൾക്ക് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പേഴ്സൊക്കെ ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 കേസിലും നമ്മൾ നമ്മുടെ ആ ഒരു കാർഡ് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്ത് വെക്കുക. ഇത് കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നിങ്ങൾ കാർഡ് ബ്ലോക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇങ്ങനെയുള്ള ട്രാൻസാക്ഷനൊക്കെ മിക്കവാറും മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് അക്കൗണ്ടിൽ 10 ലക്ഷം ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് 10 ലക്ഷം വലിക്കില്ല. അത് പല എന്താ പറയണ്ടേ ഗഡുക്കളായിട്ടാണ് അവർ എടുക്കുന്നത്. എൻ്റെ കേസിലും അതുപോലെ 35,000 3 ട്രാൻസാക്ഷനാണ് നടന്നത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ട് അവർ ചിലപ്പോൾ അത് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പം പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് അറ്റ്ലീസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ ബാങ്കിനെ ഇത് ഇൻഫോം ചെയ്യുക. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെ ചെയ്യാനുള്ളത് ഇതൊരു സൈബർ ക്രൈം കാറ്റഗറി ആയതുകൊണ്ട് സൈബർ സെല്ല് റിപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത ഘട്ടം. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കുക. അപ്പോൾ അവരത് സൈബർ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് തന്നെ സൈബർ സെല്ലിലേക്ക് പോയിട്ട് അവിടെയും പിന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ചെയ്യാനുള്ളത് നാഷണൽ സൈബർ ക്രൈമിൻ്റെ അതായത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിലുള്ള ഒരു ഗ്രീവൻസ് സെല്ലുണ്ട്. അതുപോലെ പിന്നെ എന്താ പറയണ്ടേ സൈബർ ക്രൈമിൻ്റെ ഒരു നാഷണൽ പോർട്ടലുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പരാതി കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അവിടെ നിങ്ങൾക്ക് എത്രത്തോളം ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, എത്ര പൈസയാണ് പോയത്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഏത് വഴിയാണ് എങ്ങനെയാണ് എപ്പോഴൊക്കെ നടന്നിട്ടുണ്ട് കംപ്ലീറ്റ് നിങ്ങൾ അതിൽ ചോദിക്കും. അതുപോലെ നിങ്ങൾ അടിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ റെസിപ്റ്റ് കിട്ടും. അതൊക്കെ നിങ്ങൾ എന്താ പറയുക ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കുക. അതുപോലെ ഇൻഗ്രാം എന്ന് പറഞ്ഞിട്ട് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സിൻ്റെ ഒരു പോർട്ടലുണ്ട്. അവിടെ ഇതുപോലുള്ള കംപ്ലയിൻറ്റുകൾ കൊടുക്കുക. അതുപോലെ സജേത് എന്ന് പറഞ്ഞിട്ട് RBIൻ്റെ കീഴിലുള്ള ഒരു സംഭവമാണ്. അത് ഈ ഒരു പണം ഇടപാടുകൾ സംബന്ധിച്ച് കംപ്ലയിൻ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പോർട്ടലാണ്. അതിലും നിങ്ങൾക്ക് പിന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. അതുപോലെ RBI ഓംബുഡ്സ്മാന് നിങ്ങൾക്ക് ഡയറക്റ്റ് മെയിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ ഓരോ ജില്ലയിലെയും റൂറൽ സൈബർ ക്രൈം ഓഫീസ് ഉണ്ട്. അവിടുത്തെ മെയിൽ ID ഒക്കെ നിങ്ങൾക്ക് നെറ്റിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അതിലേക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് മെയിൽ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. ഇനി ഒരു പക്ഷേ കുറേ കാലത്തിന് ശേഷം നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെൻറ്റ്സിനൊക്കെ വെച്ചിട്ട് നമുക്ക് കൺസ്യൂമർ കോർട്ടിലൊക്കെ പോകാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമ്മളെ സൈഡ് അറ്റ്ലീസ്റ്റ് ക്ലിയർ ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഈ ഒരു ഫോളോ അപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്നതാണ്. അതുപോലെ മെസ്സേജ്, അതായത് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ മെസ്സേജ് റിപ്പോർട്ട്, അതുപോലെ നിങ്ങൾ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലൊക്കെ പോയിട്ട് അതിൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഒക്കെ നിങ്ങൾ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴാണ് മറ്റൊരു കാര്യം അറിയാൻ വേണ്ടി പറ്റിയത്. അതായത് ഇങ്ങനെയുള്ള ട്രാൻസാക്ഷനൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പൈസ എവിടെയും പോലും നമുക്ക് തന്നെ തിരിച്ച് കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണാം, ഇത് ന്യൂസിലൊക്കെ വന്നതാണ്. അപ്പോൾ അത്രയും പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യുക. അപ്പോൾ അവരൊരു വലിയൊരു ഗ്രൂപ്പ്, അതായത് കേരളത്തിലെ ബാങ്ക് മാനേജേഴ്സിൻ്റെ ഒക്കെ ഒരു ഗ്രൂപ്പ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ആ മെസ്സേജ് ആ ഒരു ഗ്രൂപ്പിലേക്ക് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ട്രാൻസാക്ഷൻ ബ്ലോക്ക് ചെയ്യാനൊക്കെ പറ്റുന്നതാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റായ നമ്പറുകളും മെസ്സേജ് ഫോമാറ്റുകളൊക്കെ നിങ്ങൾ പിന്നെ സേവ് ചെയ്ത് വെക്കുക. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാനുള്ള കാർഡ് ബ്ലോക്ക് ചെയ്യാനും അതുപോലെ എന്താ പറയേണ്ട ട്രാൻസാക്ഷൻ ഡിസ്പ്യൂട്ട് ചെയ്യാനുള്ളൊക്കെ മെസ്സേജ് ഫോമാറ്റുകൾ ആ ഒരു പൈസ പോയതിൻ്റെ മെസ്സേജിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മളത് സാധാരണ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഫോമാറ്റുകളൊക്കെ എവിടെയെങ്കിലും കുറിച്ച് വെക്കുക. അപ്പോൾ എങ്ങനെയെങ്കിലും ഫ്യൂച്ചറിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റുകളൊക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അടുത്ത് ഡെവലപ്പ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ് സൈബർ അലേർട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്കത് പ്ലേ സ്റ്റോറിലൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അത്. നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലുള്ള കംപ്ലയിൻറ്റ് സൈബർ ക്രൈംസൊക്കെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പല കാറ്റഗറിയിലുള്ള ക്രൈംസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കി അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അതുകൂടാതെ നിങ്ങൾക്ക് ഓരോ സ്റ്റേറ്റിലെയും
ആ ഒരു സൈബർ പോലീസ് സ്റ്റേഷൻ്റെ ഡീറ്റെയിൽസും അവിടുത്തെ കോൺടാക്ട് പേഴ്സണിൻ്റെ ആ ഒരു ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻ കേസ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പിന്നെ നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് കോൾ ചെയ്തുകൊണ്ട് കംപ്ലൈൻ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്യാനും പറ്റുന്നതാണ്. പിന്നെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ചും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർക്കാണ്. പിന്നെ എല്ലാ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് OTP വരണമെന്നില്ല. OTPയും വരാണ്ടും പല ട്രാൻസാക്ഷനും നടക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കേസിലും OTP ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനൊക്കെ ആകുമ്പോഴും മോസ്റ്റ്ലി ഇപ്പം OTPയുടെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ട്രാൻസാക്ഷൻ നടക്കാറുണ്ട്. പക്ഷെ അതെൻ്റെ കാര്യത്തിൽ എനിക്കൊരു ബെനിഫിറ്റായി മാറി. കാരണം ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷം നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളെ ഭാഗത്താണ് ന്യായം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരൊരു ടെമ്പററി ക്രെഡിറ്റ് ചെയ്തു തരും. അപ്പോൾ ഇൻ കേസ് OTP വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരിപ്പോൾ ചിലപ്പോൾ പറയും നിങ്ങളുടെ മെസ്സേജിലേക്ക് ഇല്ലെങ്കിൽ മൊബൈലിലേക്ക് ഇല്ലെങ്കിൽ മെയിലിലേക്കൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ട്, അത് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ തന്നെയാണ് ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ട് അവർ വാദിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ ടെമ്പററി ക്രെഡിറ്റ് ചെയ്തതിന് ശേഷം ഇവരൊരു എൻക്വയറി പീരീഡ് ഉണ്ട്, ഒരു 90 ഡേയ്സിൻ്റെ ഒരു എൻക്വയറി പീരീഡ് വെക്കും. അപ്പോൾ ആ സമയത്താണ് ഇവർ എൻക്വയറി നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ OTP വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പെട്ടെന്ന് തന്നെ പറയും പിന്നെ ഇത് നിങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവർ കൈയൊഴിയാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ കേസിൽ OTP വരാത്തത് കൊണ്ട് അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഗുണം ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി, അവർ എന്താ പറയണ്ടേ ഈ ഒരു പിന്നെ ഇത് ട്രാൻസാക്ഷൻ ചെയ്തത് ഞാനല്ല എന്ന് മനസ്സിലാക്കി. ഒരുപക്ഷെ എൻ്റെ ഇതിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പറയും അത് നിങ്ങൾ തന്നെ ഉപയോഗിച്ചെന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഈ ഒരു കേസ് ക്ലോസ് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഒരു മെയിൽ വരികയുണ്ടായി. അപ്പോൾ അതിൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്ന ആ ഒരു ടെമ്പററി ക്രെഡിറ്റ് ഇനി നിങ്ങൾക്ക് പെർമനൻറ്റ് ക്രെഡിറ്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആശ്വസിക്കാൻ പറ്റുകയുള്ളൂ. ഇതിൽ മറ്റൊരു ലോക്ക് വഴിയുണ്ട്. ഇനി ഇൻ കേസ് നമുക്ക് പൈസ പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടുന്ന അവസ്ഥയാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ ആദ്യം ട്രാൻസാക്ഷൻ ചെയ്തതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് അടുത്തൊരു ബില്ലിൽ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു എൻക്വയറി പീരീഡ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് അടുത്ത ബിൽ സൈക്കിളിന് ശേഷവും നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് കേസ് ക്ലോസ് ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് ഒരു പെർമനൻറ്റ് ക്രെഡിറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ആദ്യത്തെ ആ ഒരു മന്തിൻ്റെ ബില്ല് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് കൂടെ അതിലുണ്ടാവും. അപ്പോൾ ആ ഒരു ബില്ല് കൂടെ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും, അത് പൈസ തിരിച്ച് കിട്ടുന്നതാണെങ്കിൽ പോലും തന്നെ. അപ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ട് അടക്കേണ്ടി വന്ന് ചിലപ്പോൾ നിങ്ങൾ അതിൽ വീഴ്ചയൊക്കെ വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ സിബിൽ സ്കോറൊക്കെ വളരെയധികം താണുപോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ ഇതിൽ വരാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ കേസിൽ അടുത്തൊരു അതായത് ആ ഒരു ബിൽ സൈക്കിൾ തന്നെ അടുത്ത ബില്ല് ജനറേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കേസ് ക്ലോസ് ചെയ്ത് പെർമനൻറ്റ് ക്രെഡിറ്റ് ആയി കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഉണ്ടായി. അതുകൊണ്ട് സാധാരണ വരുന്ന നോർമൽ ബില്ല് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റൊരു കാര്യം, ഇതൊരു ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ഓരോ ട്രാൻസാക്ഷനും 1500 രൂപ വെച്ച് എക്സ്ചേഞ്ച് റേറ്റ്, അതായത് കറൻസി കൺവേർഷൻ ചാർജ് വന്നിട്ട് അവർ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ടോട്ടൽ പിന്നെ ലിമിറ്റിൻ്റെ മുകളിൽ പോയതുകൊണ്ട് അതിൻ്റെ ഓവർ ലിമിറ്റ് ഫീ എന്ന് പറഞ്ഞിട്ട് ഒരു 600 രൂപയും പിന്നെ അതിൻ്റെ ഒരു GST ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും വീണ്ടും ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവസാനം തിരിച്ചു കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ സംഭവിക്കുക. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കാണുക. അപ്പോൾ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കുന്നവർ അതിലെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ അതുപോലെ ഓൺലൈൻ ട്രാൻസാക്ഷനൊക്കെ നിങ്ങൾ ഡിസേബിൾ ചെയ്ത് നോക്കുക. അതുപോലെ ട്രാൻസാക്ഷൻ ലിമിറ്റ് നിങ്ങൾക്ക് ഏറ്റവും മിനിമം 1000 രൂപയാണെങ്കിൽ 1000 രൂപയിൽ സെറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് അത് മിനിമം ഒന്നെങ്കിലും വെച്ച് കാണും, അതുകൊണ്ട് 1 വെക്കുക. അപ്പോൾ ഇതുപോലെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷനൊക്കെ നടക്കുന്നത് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ മിനിമം 1000 വെച്ചതുകൊണ്ട് പോയാലും 1000 മാത്രമേ പോകുന്നത് വിചാരിച്ച് നിൽക്കുക. അപ്പോൾ അത്യാവശ്യം നമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഒരുപാട് പറയുന്നില്ല, ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത്. ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.